വന്നേ. എന്താ ഇങ്ങോട്ട് വന്നേ. ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? എന്റെ ചെറിയേട്ടൻ. അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല. എടാ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ നമ്മൾ. അതെ. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോളാവും നീ എനിക്ക് വാക്ക് തന്നല്ലേ? അതെ ചേട്ടാ, പക്ഷെ ഈ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആട്ടത്തൊപ്പ് സഹിച്ചു, കല്ല് ചുമന്നു, വെയില് കൊണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ? ചേട്ടാ ചായക്കട ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നാണമില്ലേടാ നിനക്ക്? ഇതിനാണോ നീ ഗൾഫിൽ പോയത്? ഇതിനാണോ കല്ല് ചുമന്നത്? ചായക്കട അല്ല ചേട്ടാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പുറത്താരോടും പറഞ്ഞില്ല, നമ്മുടെ വല്യേട്ടനോടല്ലേ പറഞ്ഞത്. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ടില്ലേടാ. ചേട്ടാ ചായക്കട അല്ല ചേട്ടാ, പറമ്പാ. പറമ്പോ? അതാവുമ്പോ റിസ്ക് ഇല്ല. എഴുന്നേറ്റിട്ട് ഞാൻ കിടക്കയെ തന്നെ ഇരിക്കുകയായിരുന്നു. ചായ വരും വരും എന്ന് വിചാരിച്ച് ആരെയും കണ്ടില്ല. കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കാശ് കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു. ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു. ചായ ദാ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോളൂ. അധ്യാപിക AEOയ്ക്ക് പ്രേമലേഖനം എഴുതി. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിൽ ഓടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക്. താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക. ഒന്നും ആലോചിക്കാനില്ല. ഇതൊക്കെ പഠിത്തം കാണിച്ചു ഓരോ വയ്യാന്ന് കരുതിയാ മതി. ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ, അത് സാരല്ല. പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ വെയിറ്റ്? പോരാത്തതിന് ഗൾഫ് പോണതിന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി? ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? കണ്ടക്ടർ ആകാനൊന്നും ഇനി ഞാനില്ല. വേണ്ട, ഉള്ള വില കളയണ്ട, നമുക്ക് വേറെ ആളെ നോക്കാം. ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ആ സമയത്താണ് റൂട്ടടക്കം ബസ് കിട്ടണത്. ഭാഗ്യം കണക്കാക്കിയാൽ മതി. ബസ് ചിലപ്പോ പഴയതായിരിക്കും, പക്ഷെ റൂട്ടിനാണുള്ള വില. പിന്നെ നമുക്ക് പുതിയ ബസ് ബുക്ക് ചെയ്യുകയും ചെയ്യാലോ. എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. നല്ല പുള്ളിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്തു നോക്കിക്കോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. എനിക്കിത് നോക്കി നടത്താൻ നേരമില്ലാത്തോണ്ടാ. വില ഇത്തിരി കൂടുതലല്ലേന്ന്. കാര്യം ഈ സീറ്റൊക്കെ കീറിയിട്ടുണ്ട്, പിന്നെ മോൾ വശത്തൊക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചില്ലറ പണികളല്ലേ. റൂട്ട് അടക്കം ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? അല്ല എന്നാലും വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് നീ സമ്മതിച്ചത് എന്തിനാ? എന്നെ കൊച്ചാക്കാനും. വെല്ലേട്ടൻ കുടുംബനാഥനാ. അദ്ദേഹത്തിന്റെ വാക്ക് നീ തട്ടിക്കളഞ്ഞില്ല, എനിക്ക് വിഷമം. ബസ്സിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പിച്ചു പോയി. ഒരാഴ്ചയ്ക്കാൻ ബസ് ഇറക്കണം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്താ വല്യേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നു. പെണ്ണ് എവിടുത്തെയാ? അത് നമ്മുടെ ബസ് ഓണർ മുരളിയുടെ ചേട്ടന്റെ മകൾ. അതൊരു വെയിറ്റ് അല്ലേ? AC റെസ്റ്റോറന്റ് ഉടമയുടെ മോളെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഹായ്, റെസ്റ്റോറന്റ് ബസിന്റെ അത്ര വരൂല. താനാണ് ഇതിന്റെ ഒക്കെ പിന്നിലല്ലേ? അല്ല, ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച. ഏതായാലും വല്യേട്ടനോട് നീ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഒരു പ്രായച്ചിത്തം വന്നോണം. ഞാനൊരു കാര്യം പറയാം, ബസ്സിന് വല്യേട്ടന്റെ പേരിട്ടാലോ? നാരായണ ബസ് സർവീസ്. എന്താ? മഹാബോറാണ്. താൻ പോടോ. ഞങ്ങളുടെ വീട്ടുകാരത്ത് തനിക്കെന്ത് കാര്യം? വീട്ടുകാരാണ് രണ്ടേട്ടന്മാരെ പേര് ഇരുന്നോട്ടെ.
നാരായണകുമാര ഫാമിലി ട്രാൻസ്പോർട്ട് ആക്കിക്കാലി. ബാബുമോന്റെ കാല് കണ്ടതിന് ശേഷമാണ് ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായത്. ബാബുമോൻ ട്രാവൽസ് എന്നാക്കിയാലോ? അതെ, ഒരു ഓമനത്തോണ്ട്. ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുട്ടി സുനിതയല്ലേ? സുനിത മോൾ ട്രാൻസ്പോർട്ട് സർവീസ് എന്നായാലും കുഴപ്പമൊന്നുമില്ല. ഏയ്, ബസ്സിന് മനുഷ്യന്മാരുടെ പേരിടുന്നത് ശരിയല്ല. നമ്മുടെ കുടുംബം കരകയറിയത്, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയത്, ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത്. എന്തിന്? എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ്. അതുകൊണ്ട് ആരും എതിര് പറയരുത്. നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം. ഹ, അത് കലക്കി. മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ്. ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസ്സിന്റെ അത്ര വലിപ്പുണ്ടാവും. ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളെ അത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ. ആ, അതെ. നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോരാ. ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ. ആരെന്നെ ആയാലും ശരി 10,000 ഉറുപ്പ്യ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസ ഈ പറയുന്നത്? എന്തേ? പാവം തൊഴിലാളികള്. ഹംസയ്ക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടുനടപ്പ് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ നാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പണമൊന്നുമല്ല. എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല, ആത്മാർത്ഥതയും കഴിവും ഉള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ്. എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവ് ഇത് കിളിന്റെ കാര്യം പറയരുത്. അതിന് ഞാനുണ്ട്. ആ പോട്ടെ. റൈറ്റ്. അമ്പലക്കടവ് ആളിറങ്ങ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. വത്സ, എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി, ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ? അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുംപുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ചെയ്തോണ്ട്. അതെ, ഒട്ടും കുറയ്ക്കണ്ട.
വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡ്രൈവറെ സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടെ വെക്കൂലേ? എത്ര വിസിലടിക്കണം നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം ആ, അതെ. അല്ലേ? പിന്നെ മുരളി ഏ? ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അങ്ങോട്ടാണ്ട് വരണേ. ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1500 റുപ്യന്റെ പഴയ ഇടപാടുണ്ട്. എന്ത്? കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരുന്ന വകയിലെന്ന്. ആ, അതിപ്പോ ഉണ്ടാവോ? ആ, നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിന് എന്തിനാ കൂടെ കൊണ്ട് ഇങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോ ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ദേ പുറപ്പെടുകയായി അല്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പോ. ഓക്കെ, ബൈ. ബൈ. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ അല്ലേ മുരളിയേട്ടാ? എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നുകൊണ്ട് ഈ ഓഫീസിന്റെ ഇത് ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. ആ മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്, മുതലാളി. അതെ ഞാൻ തന്നെയാണ്. നമസ്കാരം. ആ യെസ്. എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. അതെ. ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ തന്നെ ആ റൂട്ടിൽ ഓടി തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും. അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു. ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥിയൊന്നുമല്ലല്ലോ, ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും അങ്ങ് പാസ് കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലേ? കറക്റ്റ്. ഇപ്പൊ ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില? അതെ അതെ. അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട. ബസ്സിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ. യെസ് യെസ്. പുതിയ ബുക്ക് അല്ല, പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, RTO ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ഒന്ന് ബഹളം വയ്ക്കൊന്നും വേണ്ട. ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പറ്റില്ല. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസ്സും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ? മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ? യെസ് യെസ്.